പിന്നെ ഒരു കൗൺസിലർ ചില കേസുകളിൽ ഉൾപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെയാണ്. കോടതി എടുക്കുന്ന തീരുമാനം നമുക്ക് എല്ലാവർക്കും അനുസരിക്കുക, അംഗീകരിക്കാം. കൗൺസിൽ യോഗം തടസ്സപ്പെടുത്തുന്നത് ആരോഗ്യപരമല്ല. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നഗരത്തിൽ ചെയ്യാനുണ്ട്. 6 മാസത്തിനിടയിൽ ഒന്നും ചെയ്തില്ല എന്നാണ് ശബരിനാഥും SP ദീപക്കൊക്കെ പറയുന്നത്. കോർപ്പറേഷൻ ഭരണസമിതി രജിസ്റ്റർ ചോദിച്ച സമയത്താണ് അതിലേക്ക് വെള്ളം എടുത്തൊഴിച്ചത്. ആ സമയത്ത് അദ്ദേഹം അത് വാങ്ങിച്ചിരുന്നു, അല്ലെങ്കിൽ ആ രജിസ്റ്റർ തന്നെ ഇല്ലാതെ പോയേനെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഷർട്ട് കീറിയിരിക്കുന്നുണ്ട്, വെറുതെ ഷർട്ട് കീറില്ലല്ലോ. നമസ്കാരം. ഇന്നലെ തിരുവനന്തപുരം നഗരസഭയുടെ കൗൺസിൽ യോഗത്തിൽ അപ്രതീക്ഷിതമായ സംഭവങ്ങളാണ് അരങ്ങേറിയത്. മേയർ അജണ്ട അവതരിപ്പിക്കുന്ന വേളയിലാണ് പൊടുന്നനെ സംഘർഷം പൊട്ടിപ്പുറപ്പെടുന്നത്, പ്രതിഷേധം ഉണ്ടാകുന്നത്. ആദ്യം CPM കൗൺസിലർമാർ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നു. പിന്നീട് അങ്ങോട്ട് UDF കൗൺസിലർമാരും പ്രതിഷേധം കടുപ്പിക്കുകയായിരുന്നു. എന്തായാലും നാടകീയ സംഭവങ്ങളാണ് അരങ്ങേറിയത്. ഈ സംഘർഷം അതിരുവിട്ടോ എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. അതുകൂടാതെ ഈ സംഘർഷത്തിന് പിന്നിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ആസൂത്രണം നടന്നിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള ചോദ്യം നിലനിൽക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ തിരുവനന്തപുരം നഗരസഭാ മേയർ VV രാജേഷ് മറുനാടനോട് പ്രതികരിക്കുകയാണ്. അല്ല, അങ്ങനെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ ഇന്നലെ ഒരുപാട് അജണ്ട ഉണ്ടായിരുന്നു. കൗൺസിലർമാരൊക്കെ തന്നെ, പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെ അതുമായിട്ട് ചർച്ച ചെയ്ത് വരുത്തേണ്ട മാറ്റങ്ങളൊക്കെ വരുത്താനുള്ള നല്ലൊരു അവസരമുണ്ടായിരുന്നു. അപ്പോൾ അക്കാര്യങ്ങളിലേക്ക് കടക്കേണ്ടതായിരുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ അവരതൊന്നും തയ്യാറാകുന്നില്ല. കോർപ്പറേഷൻ ഭരണസമിതി ഏത് തരത്തിലുള്ള ചർച്ചയ്ക്കും തയ്യാറാണ്. പിന്നെ ഒരു കൗൺസിലർ ചില കേസുകളിൽ ഉൾപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെയാണ്. കോടതി എടുക്കുന്ന തീരുമാനം നമുക്ക് എല്ലാവർക്കും അനുസരിക്കുക, അംഗീകരിക്കാം. പക്ഷേ കൗൺസിൽ യോഗം തടസ്സപ്പെടുത്തുന്നത് ആരോഗ്യപരമല്ല. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നഗരത്തിൽ ചെയ്യാനുണ്ട്. സഹായിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട തദ്ദേശ മന്ത്രി PMAOE പദ്ധതിയിലെടുത്തൊരു നിലപാടുണ്ട്. ആ നിലപാട് നമ്മളൊക്കെ കൂടെ നിന്ന് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കിയെടുത്താൽ നമ്മുടെ നഗരത്തിൽ തന്നെ ലക്ഷക്കണക്കിന് വീടില്ലാത്തവർക്ക് വീട് കിട്ടും. ഇപ്പോൾ കുടിവെള്ള പദ്ധതി, അതോടൊപ്പം തന്നെ വെള്ളക്കെട്ട്, ഇതുമൊക്കെ പരിഹരിക്കുവാനുള്ള കുടിവെള്ള പ്രശ്നം, വെള്ളക്കെട്ട്, ഇതൊക്കെ പരിഹരിക്കുവാനുള്ള ഓട്ടത്തിലാണ് ഞങ്ങളൊക്കെ. അതിനെല്ലാവരും കൂടെ സഹകരിച്ചാൽ നമുക്ക് പെട്ടെന്ന് നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ വിയോജിക്കേണ്ട സ്ഥലത്തൊക്കെ തന്നെ ജനാധിപത്യപരമായി വിയോജിച്ചുകൊണ്ട് സഹകരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ സഹകരിക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ ചെയ്യേണ്ടത്. കോർപ്പറേഷൻ ഭരണസമിതി ഏത് തരത്തിലുള്ള സഹകരണത്തിനും ചർച്ചയ്ക്കൊക്കെ തയ്യാറാണ്. പക്ഷേ ഈ 6 മാസത്തിനിടയിൽ ഒന്നും ചെയ്തില്ല എന്നാണ് ശബരിനാഥും SP ദീപക്കൊക്കെ പറയുന്നത്. കോർപ്പറേഷൻ ഭരണസമിതി എല്ലാം ചെയ്തു എന്ന് ശബരിനാഥൻ ദീപക് എപ്പോഴെങ്കിലും പറയൂ? അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമാണ്. അതൊക്കെ സ്വാഭാവികമായിട്ടും അവർ പറയും. നിലവിലുള്ള സിസ്റ്റത്തിനകത്ത് നിന്നുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. അത് ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. പിന്നെ ഞങ്ങൾ ഈ ഭരണസമിതി ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ പുറത്തു പറയാൻ ദീപകിന് വിഷമമുണ്ടാവും. പാളയത്ത് CPMമാർ കയ്യേറി വെച്ചിരുന്ന കടകൾ പൊളിച്ച് ദീപക് സമ്മതിക്കുമോ? അതോടൊപ്പം തന്നെ ഭീകരമായ അഴിമതി നടന്നുകൊണ്ടിരുന്ന പല കാര്യങ്ങളും CPM നേതാക്കന്മാരാണ് ഈ അഴിമതിയൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. ഗുണ്ടാപിരി നടത്തിക്കൊണ്ടിരുന്ന ആരാണ്? സാധാരണക്കാരായ ജനങ്ങളല്ലല്ലോ. അപ്പോൾ അതൊക്കെ അവസാനിപ്പിച്ച് ദീപകിനെ അഡ്മിറ്റ് ചെയ്യാൻ സാധിക്കുമോ? കോർപ്പറേഷൻ്റെ പല കെട്ടിടങ്ങൾ കയ്യേറി വെച്ചിരുന്ന ദീപകിൻ്റെ പാർട്ടിയല്ലേ, അത് ഒഴിപ്പിച്ച് ദീപകിനെ അഡ്മിറ്റ് ചെയ്യാൻ സാധിക്കുമോ? അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ശബരിനാഥനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിപക്ഷ പാർട്ടി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിൻ്റെയും സാന്നിധ്യം, അവർക്ക് അംഗസംഖ്യ കുറവായതുകൊണ്ട് സാന്നിധ്യം കൗൺസിലർ ഉറപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതെപ്പോഴും വാർത്തകൾ നിറഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ തന്നെ അവരും കാണിക്കും. അതിന് സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ കോർപ്പറേഷൻ്റെ കൗൺസിൽ യോഗങ്ങളെ തടസ്സപ്പെട്ടതായ ചർച്ചകൾ പങ്കെടുക്കുന്നതായിരിക്കും നാട്ടിന് നല്ലത്. ശബരിനാഥ് ഇന്നലെ നാടകീയമായ സംഭവങ്ങൾക്കാണ് ഇന്നലെ കൗൺസിൽ വേദി ഒരുക്കി. ഇതെല്ലാം തന്നെ ആസൂത്രണമാണ്, അത്തരത്തിലൊരു സംശയം? അല്ല, അങ്ങനെ ഞാൻ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ ഇവിടുത്തെ ഒരു ജീവനക്കാരൻ അറ്റൻഡൻസ് രജിസ്റ്റർ ഒപ്പിടാൻ കൊടുക്കുമ്പോൾ അത് ഒപ്പിട്ടിട്ട് ഒന്നുകിൽ അടുത്ത കൗൺസിലർക്ക് ഒപ്പിടാൻ കൊടുക്കണം, അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കണം. ഇത് രണ്ടും കൊടുക്കാതെ ആ ഒരു വളരെ ഔദ്യോഗിക ഒരു രേഖ അത് നശിക്കുന്ന രീതിയിൽ, ചീത്തയാവുന്ന രീതിയിലേക്ക് അതിനെ പ്രദർശിപ്പിക്കുകയും അതിൽ വെള്ളമെടുത്ത് ഒഴിക്കുകയൊക്കെ ചെയ്യുന്നതിന് അദ്ദേഹം നേതൃത്വം കൊടുത്തത് ദൗർഭാഗ്യകരമാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ UDF കൗൺസിലർമാരെ ഉൾപ്പെടെ, വനിതാ കൗൺസിലർമാരെ ഉൾപ്പെടെ ആക്രമിച്ചു എന്നുള്ള ആരോപണങ്ങളൊക്കെ പലതരത്തിലുള്ള വീഡിയോ വരുന്നുണ്ട്. അദ്ദേഹത്തിനോട് ഞാൻ നേരിട്ട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത് ഒപ്പിട്ട് കൊണ്ടുപോകാൻ വേണ്ടി രജിസ്റ്റർ ചോദിച്ച സമയത്താണ് അതിലേക്ക് വെള്ളം എടുത്തൊഴിച്ചത്. ആ സമയത്ത് അദ്ദേഹം അത് വാങ്ങിച്ചിരുന്നു, അല്ലെങ്കിൽ ആ രജിസ്റ്റർ തന്നെ ഇല്ലാതെ പോയേനെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഷർട്ട് കീറിയിരിക്കുന്നുണ്ട്, വെറുതെ ഷർട്ട് കീറില്ലല്ലോ. അപ്പം ആ കാര്യങ്ങളൊക്കെ തന്നെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. LDFും നിലവിലിപ്പോൾ അവിശ്വാസ പ്രമേയത്തിന് തയ്യാറെടുക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു. അല്ലാതെ ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ, 5 വർഷം കൊണ്ട് 10 അവിശ്വാസ പ്രമേയം നേരിടാൻ തയ്യാറായാണ് ഞങ്ങളിവിടെ അധികാരമേറ്റത്. അപ്പോൾ പിന്നെ അങ്ങനെ തയ്യാറായി നിൽക്കുന്ന ഞങ്ങളോട് എപ്പോഴും പറയണ്ടല്ലോ, അത് ചെയ്താൽ പോരെ? ഭരണപ്രതിസന്ധി ഉണ്ടോ?
ഇപ്പോഴും നിങ്ങൾ ഏത് സമയത്താണ് താങ്കളും താങ്കളുടെ മാധ്യമ സ്ഥാപനവും ഇവിടെ വന്നിട്ടുള്ള ഏത് സമയത്താണ് ഇവിടെ സജീവമല്ലാതിരുന്നിട്ടുള്ളത്? നിങ്ങൾ വാർഡുകളിൽ പോയി നോക്കൂ. വാർഡുകളിൽ ഏത് സമയത്താണ് സജീവത കുറവുണ്ടായിരുന്നത്? സജീവത കൂടിയിട്ടേ ഉള്ളൂ. ജീവനക്കാരൊക്കെ തന്നെ കൂടുതൽ സമയം ജോലി എടുക്കുന്നതായിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. കേരളത്തിൽ നിരവധി കോർപ്പറേഷനുകളാണ്. ഞാൻ വ്യക്തിപരമായി ചോദിക്കുകയാണ്, തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ മാത്രമേ ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയൂ? അല്ല, എല്ലാ കോർപ്പറേഷനിലെയും മേയർമാർ വളരെ വളരെ ഇഫക്റ്റീവായിട്ട് ജോലി ചെയ്യുന്നവരാണ്. ഇന്നിപ്പോൾ രാവിലെ കോഴിക്കോട് ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് മേയർ വി രാജേഷ്. നിങ്ങളൊക്കെ എപ്പോഴും ക്യാമറയും മൈക്കും കൊണ്ട് തിരുവനന്തപുരത്ത് വരുന്നതുകൊണ്ടാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട കോഴിക്കോട് മേയറും അവരുടെ ടീമും കൂടി ഇന്നലെയും ഇന്ന് തിരുവനന്തപുരത്തുണ്ട്. അദ്ദേഹം അവരുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരൊക്കെ കൂടെ ഇവിടെ വന്നിരുന്നു രാവിലെ. അവരൊക്കെ തന്നെ രാവും പകലും എല്ലാ മേയർമാരും അവരവരുടെ നാട്ടിൽ ചെയ്യാൻ പറ്റുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കണ്ണൂർ മേയറൊക്കെ ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളുമാണ്. പക്ഷേ തിരുവനന്തപുരം സ്റ്റേറ്റ് ക്യാപിറ്റലായിരുന്നു നിങ്ങൾ കുറച്ച് കൂടുതൽ വാർത്ത കൊടുക്കുന്നു. ഈ തിരുവനന്തപുരം മേയറെ മാത്രമേ അറിയുള്ളൂ എന്നുള്ള പ്രയോഗത്തിനോട് എനിക്ക് ശക്തമായ വിയോജിപ്പുണ്ട്. എല്ലാ മേയർമാരും അവരവരുടേതായ കോർപ്പറേഷനുള്ളിൽ നിന്ന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അക്കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പലരും എന്നേക്കാൾ കൂടുതൽ പാർലമെൻ്ററി എക്സ്പീരിയൻസും പൊതുപ്രവർത്തന എക്സ്പീരിയൻസും ഉള്ള ആൾക്കാരാണ്. പക്ഷേ തിരുവനന്തപുരം സ്റ്റേറ്റ് ക്യാപിറ്റലായതുകൊണ്ട് ഞാനല്ല ഏത് മേയർമാർ വന്നാലും അത് വാർത്തയാവും. തൊട്ട് മുമ്പിരുന്ന മേയറെ കുറിച്ച് നിങ്ങൾ വാർത്ത കൊടുത്തിട്ടില്ലേ തിരുവനന്തപുരത്ത്? ഇതിനു മുമ്പ് പ്രശാന്ത് മേയറായിരുന്നപ്പോൾ നിങ്ങൾ നന്നായിട്ട് വാർത്ത കൊടുത്തിട്ടുണ്ടല്ലോ. ശ്രീ വി ശിവൻകുട്ടി അദ്ദേഹം മേയറായിരുന്ന സമയത്തും മാധ്യമങ്ങൾ അന്നുള്ള മാധ്യമങ്ങളുടെ ഒരു ബാഹുല്യം ഉണ്ടല്ലോ, ഇത്രത്തോളം ഇല്ല. അതിനനുസരിച്ച് അന്നും വാർത്ത കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തിരുവനന്തപുരം മേയർക്ക് ഒരു പ്രത്യേകത ഉള്ളത് കൊണ്ടോ അദ്ദേഹം കൂടുതൽ എന്തെങ്കിലും കഴിവുകൾ പ്രകടിപ്പിക്കുന്നുണ്ടോന്നുമല്ല. സ്റ്റേറ്റ് ക്യാപിറ്റലായതുകൊണ്ട് സ്വാഭാവികമായിട്ട് കുറച്ച് വാർത്താ പ്രാധാന്യം കൂടുതൽ കിട്ടും. അതുകൊണ്ട് തന്നെ മറ്റുള്ള മേയർമാരെ അറിയില്ല എന്നുള്ള പ്രയോഗത്തോടൊക്കെ ഞാൻ ശക്തമായി വിയോജിക്കുകയാണ്. അവരൊക്കെ തന്നെ ഞാൻ ചെയ്യുന്നത് പോലെയോ അതിനേക്കാൾ ആത്മാർത്ഥമായിട്ടോ എന്നേക്കാൾ കൂടുതൽ പരിചയസമ്പന്നരായവരുണ്ട്. അവരൊക്കെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. സ്ഥലം സ്റ്റേറ്റ് ക്യാപിറ്റലായതുകൊണ്ട് കൂടുതൽ വാർത്തകൾ വരുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇന്നലെ അടക്കം പ്രതിപക്ഷ കൗൺസിലർമാർ ഉന്നയിച്ച ഒരേ ഒരു കാര്യം, ഈ 6 മാസത്തിനുള്ളിൽ BJP ഭരണസമിതി ഒന്നും തന്നെ നഗരസഭാ പരിധിക്കുള്ളിൽ നടപ്പിലാക്കിയിട്ടില്ല എന്നതാണ്. തെരുവുനായ ശല്യം ഉൾപ്പെടെ പൂർണ്ണമായി മാറ്റാൻ സാധിച്ചിട്ടില്ല എന്നുള്ള കൃത്യമായുള്ള ആരോപണമാണ് പ്രതിപക്ഷ കൗൺസിലർമാർ ഉന്നയിച്ചത്. അതേസമയം മേയർ വി രാജേഷ് ഇതിനോട് പ്രതികരിക്കുന്നത്, അതായത് ഈ 6 മാസത്തിനുള്ളിൽ എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യം ജനങ്ങൾ വിലയിരുത്തേണ്ട കാര്യമാണ്. അത് ജനങ്ങൾ വിലയിരുത്തിക്കോട്ടെ. അതുകൂടാതെ നിലവിലിപ്പോൾ ഏറ്റവും പ്രധാനമായി പുറത്തു വരുന്ന റിപ്പോർട്ട് LDF അവിശ്വാസ പ്രമേയത്തിന് തയ്യാറെടുക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ്. ഇതിനെയും രാഷ്ട്രീയമായി തന്നെ നോക്കിക്കാണുന്നു എന്നാണ് മേയർ വി രാജേഷ് വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.